സങ്കീർത്തനങ്ങൾ 108:6 വാക്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണമേ. മോവാബ്യരും അമ്മോന്യരും യഹൂദയെ ആക്രമിക്കാൻ വന്നപ്പോൾ യഹോശഫാത്ത് രാജാവും ജനങ്ങളും ദൈവത്തിന്റെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല. ശത്രുക്കളെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. യഹൂദ ജനം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ പ്രവാചകനായ യഹസ്യേൽ വഴി ദൈവം മറുപടി നൽകി. ഈ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കാണി. പിറ്റേന്ന് യഹൂദ ജനം ആയുധങ്ങൾക്ക് പകരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ ശത്രുക്കൾ തമ്മിൽ തന്നെ നശിക്കുകയും ദൈവം തന്റെ വലങ്കയാൽ പ്രിയ ജനത്തെ അത്ഭുതകരമായി വിടുവിക്കുകയും ചെയ്യുന്നു. യെരൂശലേമിനെ വളഞ്ഞ അശ്ശൂർ രാജാവായ സൻഹേരീബ് ദൈവത്തെയും ജനത്തെയും പരിഹസിച്ചപ്പോൾ ഹിസ്കിയാവ് ദൈവാലയത്തിൽ ചെന്ന് വിടുതനായി പ്രാർത്ഥിക്കുന്നു. അന്ന് രാത്രി തന്നെ ദൈവം തന്റെ ദൂതനെ അയച്ച് അശ്ശൂർ പാളയത്തിൽ 1,80,000 പേരെ കൊന്നു. ആയുധം എടുക്കാതെ തന്നെ തന്റെ ജനത്തെ രക്ഷിച്ച ദൈവം. സങ്കീർത്തനം 138:7. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. എത്ര കഷ്ടം വന്നാലും ശത്രു പകച്ചാലും നമ്മെ ഇല്ലായ്മയാക്കുമെന്ന് പറഞ്ഞാലും ഭയപ്പെടേണ്ട. ദൈവം തന്റെ വലങ്കയാൽ നമ്മെ രക്ഷിക്കും. നാം ഓരോരുത്തരും ദൈവത്തിന് വിലയേറിയവർ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, സ്തുതിയോടെ അവന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലാം. ഏവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.